കുട്ടികളിൽ ഉണ്ടാവുന്ന അലർജി എങ്ങനെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? കുട്ടികൾക്ക് മുതിർന്നവരെ അപേക്ഷിച്ച് അലർജിയുടെ സിംറ്റംസ് വളരെയധികം കുറവായിരിക്കും. എന്നാൽ നേരത്തെ തന്നെ നമുക്ക് കുട്ടികളുടെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ചില കുട്ടികൾക്ക് രാവിലെ വല്ലപ്പോഴും ചെറിയ തുമ്മലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് സ്കിന്ന് കൂടുതലായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ മാത്രമുള്ള ഒരു വരണ്ട ചുമ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തുമ്മൽ ഉണ്ടാകുമ്പോൾ തന്നെ പുറത്തു നിന്നുണ്ടാവുന്ന ഈ അലർജൻസിനോട് കുട്ടികളുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അത്. കുട്ടികൾക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ അവിടെ കൂടുതലായിട്ട് ചൊറിയാനും അതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ രാത്രി കാലത്ത് ചെറിയ വരണ്ട ചുമ ഉണ്ടാവുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഈ അലർജൻസ് കുട്ടികളുടെ ശ്വാസനാളിയെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നതാണ് അതിനർത്ഥം. കുട്ടികൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അഡിനോയിഡ്സിന് കൂടുതലായിട്ട് വീക്കം ഉണ്ടാവാനും അതുപോലെ തന്നെ മൂക്കിൽ ദശ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾക്ക് വായ തുറന്നു വെച്ച് ഉറങ്ങുന്ന ശീലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂർക്കം വലിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് അലർജിയുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് അഡിനോയിഡ്സിന് കൂടുതലായിട്ട് വീക്കം വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ആസ്മയിലേക്കൊക്കെ പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ തടയാൻ പറ്റുന്നതാണ്. നിങ്ങളെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.